ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ന്യൂസ് ചാനൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫേസാണ് അബ്ദുൾ റഹീമിൻ്റെത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷമായിട്ട് 20 വർഷമായിട്ടുണ്ടെങ്കിൽ ദുബായ് ജയിലിൽ തന്നെയാണ് കടന്നുകൊണ്ടിരുന്നത്. അതിന് ശേഷമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്വീകരണവും കാര്യങ്ങളൊക്കെയാണ്. അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക എന്തോ ഒരു ഭയങ്കര വലിയൊരാളോ അല്ലെങ്കിൽ എന്തോ ഒരു അച്ചീവ്മെൻറ്റ് നടത്തിയിട്ട് വന്നെന്നുള്ള രീതിയിലാണ്. പക്ഷേ അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും അല്ല. ഇത് കണക്ക് മൊത്തം സ്റ്റോറി അറിയാത്തവരാണ് ഇതിനകത്തുള്ള മണ്ടത്തരമൊക്കെ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അവിടെ നടന്നിട്ടുള്ള എല്ലാ കാര്യവും അറിയുന്നവർക്കുണ്ടെങ്കിൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇയാളതിൽ തെറ്റുണ്ടെന്ന്. ഇപ്പോൾ ആ കുട്ടിക്ക് എന്തുവാണെന്ന് ആ കാറി വെച്ച് സംഭവിച്ചത്, അല്ലെങ്കിൽ അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇത് കണക്കിപ്പോൾ ആ കുട്ടിയുടെ സംഭവം കാരണം ഇയാൾ കാരണം അല്ലെങ്കിൽ പോലും ഉണ്ടെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിൽ അപ്പോൾ കൊണ്ടുപോകുന്നതേ ഉള്ളായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാതെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഇയാളുടെ ബന്ധു അവിടെ ഉണ്ടായിരുന്ന ഒരാളെ വിളിക്കുക. അത് കഴിഞ്ഞിട്ട് ഇല്ലാത്തൊരു കഥ പറയും. അവസാനം ഉണ്ടെങ്കിൽ അത് പോലീസുകാർ കണ്ടുപിടിക്കുമ്പോഴാണ് ഇയാൾ ഉണ്ടാക്കിയ കഥയാണെന്നുള്ള രീതിയിലൊക്കെ മനസ്സിലാവുന്നത്. അതല്ലാതെ അവിടെ എന്തുവാണ് സംഭവിച്ചതെന്ന് ആ കാര്യം സംഭവിച്ചിരിക്കുന്നതെന്ന് ഒന്നും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരാളെയാണ് 20 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നാട്ടിൽ വന്നിരിക്കുന്നത്. അങ്ങനെ വന്നിരിക്കുമ്പോൾ ഉണ്ടെങ്കിൽ എന്തോ ഒരു വലിയ കാര്യം നടന്ന കണക്കോ അല്ലെങ്കിൽ ഇയാളെന്തോ വലിയ ആളാണെന്നും പറഞ്ഞ് ഒരുപാട് പേര് പറയുന്നുണ്ട്. മലയാളി ഭയങ്കര സപ്പോർട്ടാണ്, മലയാളികൾ ഒരുമിച്ച് കാണണമെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്ത് മണ്ടത്തരമാണ് ഇതല്ല. നാട്ടുകാരുണ്ടെങ്കിൽ എന്തും ചെയ്യുക, അതിനെല്ലാം മലയാളികളായ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറയുന്ന ഒരു ലോക മണ്ടത്തരമാണ്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ ഇതിനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല.